ഇഷാന നജീബ്. എനിക്ക് തോന്നുന്നു കൃത്യം ഒരു മാസം മുന്നേ വരെ ബ്രില്യൻറ്റിൻ്റെ ക്ലാസ് റൂമിലിരുന്ന് മോഡൽ എക്സാമൊക്കെ എഴുതിപ്പോയി. മെയ് 5-ന് അടിപൊളിയായിട്ട് പരീക്ഷ എഴുതി ഏറ്റവും നല്ലൊരു റിസൾട്ട് വാങ്ങിച്ച് സന്തോഷമായിട്ട് കുടുംബത്തോടൊപ്പം വീണ്ടും ബ്രില്യൻറ്റിലേക്ക് ഞങ്ങളെയൊക്കെ കാണാനായിട്ട് ഇഷാനയും കുടുംബവും എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇഷാനയ്ക്ക് ഒരുപാട് ഓർമ്മകളൊക്കെ ഉണ്ടാവും. ഒരു വർഷം ഇഷാന പഠിച്ച ക്ലാസ് റൂമുകൾ, പഠിപ്പിച്ച അധ്യാപകർ, മറ്റ് സൗകര്യങ്ങൾ, ഇതൊക്കെ വീണ്ടും ഒന്ന് കാണാൻ ഇഷാന വരുമ്പോൾ മോളെ ആദ്യം ഈ ക്യാമ്പസിലേക്ക് വീണ്ടും ഒരു റീ എൻട്രി, അതും ഈ ഒരു എൻട്രി എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യൽ എൻട്രി ആയിരിക്കും അല്ലേ? ഏറ്റവും സന്തോഷകരമായിട്ട് ഞാൻ എന്തിനാണോ വന്നത് അത് നേടി എന്നുള്ളൊരു ആത്മസന്തോഷത്തോടെ ആയിരിക്കും കയറി വന്നത്. അപ്പോൾ മോൾക്ക് ഫസ്റ്റ് ഇവിടെ കാലെടുത്ത് വെച്ചപ്പോൾ എന്തായിരുന്നു ആദ്യം തോന്നിയത്? ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ വന്നത് അച്ചീവ് ചെയ്തല്ലോ, ഞാൻ വന്ന ഡ്രീം. അപ്പം ഭയങ്കര സന്തോഷം. മിസ്സിനെ കണ്ടപ്പോഴാണല്ലോ, അജയ് സാറെ കണ്ടപ്പോഴാണ്. ഇവരൊക്കെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുമായിരുന്നു, എപ്പോഴും എല്ലാ ആഴ്ചയും മിസ്സൊക്കെ വിളിക്കുമായിരുന്നു. അജയ് സാറാണ് പോകുന്നതിൻ്റെ രാവിലെ വരെ എന്നെ വിളിച്ചു. അപ്പം ഭയങ്കര കൂളായിട്ട് ഞാൻ പോയി എഴുതി. എനിക്ക് കൂളായിട്ട് എഴുതാൻ പറ്റി. ഭയങ്കര ടെൻഷൻ അടിച്ചൊന്നല്ല ഞാൻ പോയത്. അപ്പോൾ ഇത്രയും നല്ലൊരു മാർക്ക് വാങ്ങിക്കാൻ ആ ഒരു കൂളായിട്ട് പോയത് മോളെ സഹായിച്ചെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലേ. നമുക്ക് ഒരു സ്ട്രെസ്സും സ്ട്രെയിനും ഇല്ലാതെ പോയി എഴുതി. അതുകൊണ്ടാണ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോഴും നന്നായിട്ട് എഴുതാൻ പറ്റിയത് അല്ലേ? മോളുടെ പഠിത്തത്തിൽ ബ്രില്യൻറ്റ് എങ്ങനെയായിരുന്നു അവളെ സഹായിച്ചത്? നല്ല സപ്പോർട്ടായിരുന്നു ക്ലാസ് റൂമിൽ. പിന്നെ ക്ലാസ് ടീച്ചർ എപ്പോഴും വിളിക്കുമായിരുന്നു. എല്ലാ എക്സാം കഴിയുമ്പോഴും നല്ല റിസൾട്ടിനെ പറ്റി ചോദിക്കും. ഇഷാന എല്ലാ വീക്കിലി എക്സാം എഴുതും. റിസൾട്ട് വരുമ്പോൾ ഞങ്ങൾ മീറ്റിങ്ങിൽ കയറും. നല്ല റെസ്പോൺസ് സാറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ നല്ല മാർക്ക് കിട്ടുന്നതിനെ പറ്റിയൊക്കെ നമുക്ക് മോട്ടിവേഷൻ കിട്ടുമായിരുന്നു. അതിൻ്റെ ഒരു സന്തോഷം, കൃത്യമായിട്ട് പരീക്ഷ എഴുതിയത് തന്നെയാണ് ഒരു പക്ഷേ അല്ലേ മോനെ ഏറ്റവും നന്നായിട്ട് ഇവിടെ എല്ലാ എക്സാമും ഇവിടെ എഴുതുമായിരുന്നു. റിഹേഴ്സൽ വരെ എല്ലാ റിഹേഴ്സൽ എക്സാമും എഴുതിയിട്ടുണ്ട്. അത് തന്നെയാണ് ഇത്രയും വേഗത്തിൽ അവൾക്ക് ആൻസറിലേക്ക് എത്താൻ കഴിഞ്ഞത് അല്ലേ? ഇഷാനയുടെ കൂടെ ആദ്യമായിട്ടാണോ നിങ്ങൾ ഈ ക്യാമ്പസിലോട്ട് വരുന്നത്? ഇല്ല, ഞങ്ങൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. എക്സാം എല്ലാം എഴുതാനായിട്ട് ഞാനാ വരുന്നത്, കൂടെ വരുന്നത്. ഓൺലൈൻ ആയതുകൊണ്ട് എക്സാം എല്ലാം എക്സാം എല്ലാം എഴുതാനായിട്ട് ഞാൻ കൊണ്ടുവരും. മോഡൽ എക്സാം എല്ലാം എഴുതാനായിട്ട് ഞാൻ കൊണ്ടുവരുമായിരുന്നു. പിന്നെ ക്യാമ്പസ് പുതുമയല്ല, ക്യാമ്പസിലെല്ലാം വരുമായിരുന്നു. എന്തുണ്ട്, എങ്ങനെയായിരുന്നു മോള് ആദ്യമായിട്ട് ആ ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞു വന്നപ്പോഴുള്ള ഒരു? വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ സാർ അജയ് സാറാണേലും എക്സാമിന് ജസ്റ്റ് ഹാളിലോട്ട് കയറുന്നതിന് മുമ്പ് വിളിച്ചു, ഷിൻഡു മിസ് വിളിച്ചു. ഇറങ്ങി കഴിഞ്ഞാണ് ഫസ്റ്റിൽ ഇവരാണ് നമ്മളെ വിളിക്കുന്നത്. അങ്ങനെയുള്ള എല്ലാ സപ്പോർട്ടും പിന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരികയും എല്ലാം നമുക്ക് സംശയമുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്ത് ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ അവള് നല്ലപോലെ പഠിക്കുമായിരുന്നു. 10-14 മണിക്കൂർ ഒരു ദിവസം പഠിക്കുമായിരുന്നു. പഠിക്കാൻ പറയേണ്ട കാര്യമില്ല, നല്ലപോലെ പഠിച്ചോളൂ. ഹാർഡ് വർക്ക് ഭയങ്കര ഒരു കാര്യം. പിന്നെ അതെല്ലാം ഞങ്ങളുടെ ഭയങ്കര മോറൽ സപ്പോർട്ടും ഉണ്ടായിരുന്നു. ഫാമിലി നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ദൈവാനുഗ്രഹം, പ്രാർത്ഥനയും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു നല്ല റിസൾട്ട് ഞങ്ങളുടെ ക്രൂവിന്റെ ബ്രില്യൻറ്റിന്റെ എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും നല്ലൊരു റിസൾട്ട് കിട്ടാൻ. എനിക്ക് തോന്നുന്നു ഈ സമയത്തൊക്കെ റിപ്പീറ്റ് ചെയ്യാൻ വരുന്ന പല കുട്ടികൾക്കും ഞങ്ങൾ റിപ്പീറ്റ് ചെയ്യണോ വേണ്ടേ, ആരാണ് റിപ്പീറ്റ് ചെയ്യണമെന്ന് ഒരു ക്വസ്റ്റൻ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി, അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി. പിന്നെ അഫ്കോഴ്സ് ബ്രില്യൻറ്റ് ഈസ് ഓൾവേസ് റെഡി ടു സപ്പോർട്ട് ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻറ്റ് ഹു ഈസ് കമ്മിങ് ഓവർ ഹിയർ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് നമുക്ക് അടിപൊളി റിസൾട്ട് എല്ലാ വർഷവും വരുന്നത്. അതിന് തെളിവാണ് വീണ്ടും വീണ്ടും ഞങ്ങളെ തേടി തിരിച്ചെത്തുന്ന ഞങ്ങളുടെ ഈ മക്കള്. ഇത് 2 കുഞ്ഞനിയത്തിമാരാണ് അല്ലേ? നമ്മളെ ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? ഞാൻ 8ാം ക്ലാസ്സിലോട്ട് കയറും. 8ാം ക്ലാസ്സില്. പേരെന്നാ മോന്റെ? ലിയാന. ഓ, അടിപൊളി പേരാണല്ലോ. മോനെ ഏത് ക്ലാസ്സിലാടാ? ഞാൻ +1ലോട്ട്. +1ലോട്ട്. പേരെന്നാ? ഷനായ നജീബ്. ഷനായ. ഓക്കെ. അപ്പം മോളുടെ ആഗ്രഹം ചേച്ചിയെ പോലെ ഡോക്ടർ ആകാൻ ആണോ? അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങി കഴിഞ്ഞോ? അതോ ഇനി ഇവിടെ വന്ന് അഡ്മിഷൻ എടുക്കണം. ഇപ്പോഴെല്ലാം പ്രീ പ്ലാൻഡ് ആണ്. ലോങ് ടേമിന് ചേരണം. അപ്പൊ എല്ലാം ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചേച്ചിയെ കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഇഷാന ഏറ്റവും നല്ല വിജയവുമായിട്ട് ഈ ക്യാമ്പസിലേക്ക് തിരിച്ചു വന്നപ്പോൾ തൊട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? പറഞ്ഞ 2 പേരുകളിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് പറഞ്ഞ ഒരു പേര് നമ്മുടെ ഷിൻഡു മിസ്, ക്ലാസ് ടീച്ചറാണ്. പിന്നെ അടുത്ത പേര് നമ്മുടെ അജയ് സാറ്, കോർഡിനേറ്ററാണ് ഓൺലൈൻ ബാച്ചിൻ്റെ. സോ ഇവരാണ് ശരിക്കും പറഞ്ഞാൽ ഇഷാനയുടെ ഈ ഒരു വിജയത്തിന് പിന്നിലെന്ന് ഇഷാനയും ഫാമിലിയും എല്ലാം ഇപ്പം തന്നെ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. ടീച്ചർ, ഇഷാന ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് ക്ലാസ്സിലേക്കും ഒരുപാട് കുട്ടികളിൽ ഒരാൾ മാത്രമാണ് ഇഷാന. അന്ന് ടീച്ചറിന് ഇഷാന ഇതുപോലെ തിരിച്ചു വന്ന് ഇതേ രീതിയിലൊരു വീഡിയോ ചെയ്യാൻ അവളുടെ കൂടെ നിന്ന് പറ്റുമെന്ന് ടീച്ചർ എപ്പോഴാണ് അത് തിരിച്ചറിഞ്ഞത്? അവളുടെ ആ കാലിബർ. വീക്കിലി എക്സാമുകൾക്ക് തൊട്ട് ഇഷാനയ്ക്ക് കിട്ടുന്ന സ്കോറുകൾ തന്നെയാണ് എല്ലാം 600 എബോ സ്കോറാണ് കിട്ടിയത്. ആകെപ്പാടെ ഒരു വീക്ക് മോഡൽ എക്സാമിന് മാത്രമാണ് 600 താഴെ സ്കോർ കിട്ടിയത്. 692, 650 എല്ലാ സ്കോറുകളും അങ്ങനെ തന്നെയാണ്. ആ സ്കോറുകൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായി എന്തായാലും നല്ല സ്കോറിലേക്ക് തന്നെ ഇഷാന എത്തും. പിന്നെ എല്ലാം നല്ല കോർപ്പറേറ്റ് ആയിരുന്നു. വീട്ടുകാരാണെങ്കിലും നല്ല സപ്പോർട്ടായിരുന്നു.
എല്ലാം പറയുന്നത് അതുപോലെ തന്നെ ഇഷാന കൃത്യമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോളോ ചെയ്തു. സാറ് പറയുന്നതും നമ്മൾ പറഞ്ഞതും പിന്നെ ബ്രില്യൻറ്റ് എന്ത് പറഞ്ഞു അതെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. 100% ഏറ്റവും ആദ്യം തൊട്ട് തന്നെ അതിലേക്ക് എത്തുന്ന പ്രതീക്ഷിച്ച കുട്ടികൾ, അങ്ങനെ തന്നെ പ്രതീക്ഷിച്ചതാണ്. അങ്ങനെ തന്നെ പ്രതീക്ഷിച്ചു വന്ന കുട്ടികളുടെ ഒരാളാണ് ഇഷാന. അതിന്റെ അഭിമാനം ഉണ്ട് ടീച്ചറിന്. തീർച്ചയായിട്ടും. സർ, ഒരു വർഷം ഈ ഓൺലൈൻ ബാച്ചിന്റെ കോർഡിനേറ്റർ ആയിട്ടിരുന്നിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഇഷാനയൊക്കെ നേരിട്ട് കണ്ടു തുടങ്ങിയത് ഒരു പക്ഷേ മോഡൽ എക്സാം തുടങ്ങിയപ്പോഴായിരിക്കും അല്ലേ? അപ്പോൾ അതുവരെ ഏറ്റവും നല്ല പോലെ പഠിക്കുന്ന, നല്ല മാർക്ക് വാങ്ങിക്കുന്ന ഒരു കുട്ടി എന്നതിലപ്പുറം ഏറ്റവും പേഴ്സണലായിട്ട് ഏറ്റവും അടുത്ത് വന്ന് കുറച്ചുകൂടെയൊക്കെ സംസാരിക്കാനും ഫോൺ വിളിക്കപ്പുറം കുറച്ചുകൂടെ ഇന്റിമേറ്റ് ആയിട്ട് സംസാരിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. ആ സമയത്ത് എന്ത് ചേഞ്ച് ആണ്, അല്ലെങ്കിൽ ഓക്കെ ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ്, ഇവളെ കൊണ്ട് അത് അച്ചീവ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ നേട്ടങ്ങളാണ് ആ സമയത്തെ ഇഷാനയിൽ നോട്ട് ചെയ്ത കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടാവുമല്ലോ, അതെന്തൊക്കെയായിരുന്നു? അത് ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഇപ്പം നമ്മുടെ ഓൺലൈൻ കോഴ്സിലായിരുന്നു ഇവരെല്ലാവരും ഉണ്ടായിരുന്നത്. ഒരു ശബ്ദത്തിലൂടെയുള്ള പരിചയമാണ് എല്ലാ സ്റ്റുഡൻസിനോടും. അതുപോലെ തന്നെയാണ് ആദ്യം ഇഷാനെ. പിന്നെ അപ്പോൾ ഇപ്പോൾ T26 ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു ഇഷാൻ. അപ്പോൾ ആ ബാച്ചിൽ തന്നെ ഏറ്റവും മാർക്കുള്ള, അതായത് ഏറ്റവും മാർക്ക് എന്നുള്ളതിനേക്കാളും നമ്മൾ ആ കൊടുക്കുന്ന കാര്യങ്ങളോട് കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന സ്റ്റുഡൻസിനെ. മാർക്ക് ഉണ്ടെങ്കിൽ ചിലർ ആ ഒരു പ്രോസസ്സിനോട് അത്ര കൃത്യമായ രീതിയിൽ റെസ്പോണ്ട് ചെയ്യില്ല. ഇഷാനെ സംബന്ധിച്ചോളം ഞാൻ ആലോചിക്കുമ്പോൾ ഇപ്പം ഡൗട്ട് ക്ലിയറൻസ് ആണെങ്കിലും നമ്മുടെ ക്ലാസ്സിൻ്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളും ആ പറയുന്നതിനെ ഫോളോ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ഒരാളാണ്. അപ്പം മാർക്കിനേക്കാൾ ഉപരി നമ്മുടെ സിസ്റ്റമായിട്ട് ഏറ്റവും കോപ്പി ചെയ്ത് നിന്നൊരു കുട്ടി. അതെ, അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് അയാളുടെ മാർക്കിലും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു കോണ്ടാക്ട്, പിന്നെ നമ്മുടെ തന്നെ ബാച്ചിലുള്ള ഞാൻ അതാ പറഞ്ഞത്, ഈ റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് അതിൽ മാർക്കിലും അതിൻ്റെ റിഫ്ലക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ടീച്ചേഴ്സിനോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഞാൻ നേരിട്ട് ആദ്യം കോഴ്സിൻ്റെ ആ തുടക്ക സമയങ്ങളിൽ അങ്ങനെ നേരിട്ട് സംസാരിക്കുന്നത് വളരെ കുറവാണ്. അപ്പോൾ 6000 പേർക്ക് അധികം സ്റ്റുഡൻസ് നമ്മുടെ ഓൺലൈൻ കോഴ്സിലുണ്ട്. അപ്പോൾ അതിൽ പിന്നീട് എക്സാമിനേഷൻസ് പാലായിൽ, ഏറ്റവും അടുത്തുള്ള സെൻറ്റർ പാലായാണ്. അപ്പോൾ പാലായിൽ എഴുതാൻ തുടങ്ങിയപ്പോൾ നമ്മളിങ്ങനെ ലിസ്റ്റ് വെച്ചിട്ട് ഞാൻ ആരൊക്കെയാണ് എഴുതുന്നത്, ഓരോ സെൻറ്ററിന്, ഇപ്പോൾ ജോർജ് സാറാണെങ്കിലും ഓരോ സെൻറ്ററിനനുസരിച്ച് പിള്ളേരെല്ലാവരും എഴുതുന്നുണ്ടോ, അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ഞാൻ ലിസ്റ്റ് നോക്കി ഇതുപോലെ മിസ്സിനോട് ചോദിച്ചു, ഇതുപോലെ ഇഷാന നമ്മുടെ അടുത്തല്ലേ, അപ്പോൾ പാലാ സെൻറ്ററിൽ എഴുതുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. മിസ്സ് പറഞ്ഞുണ്ട് നമ്മൾ പാലാ സെൻറ്റർ ഇത്. അങ്ങനെയാണ് ഞാൻ ഇഷാന ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഞാനും മിസ്സും കൂടെ വന്ന് മിസ് എന്നെ ഇങ്ങനെ കാണിച്ചു നോക്കിയിട്ട് ആ ഇരിക്കുന്ന സ്റ്റുഡൻ്റാണ് ഇഷാന. അതുപോലെ ആ റേഞ്ചും നമ്മൾ അത്യാവശ്യം റെസ്പോണ്ട് ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനെയും അവരവരുടെ ക്ലാസ് ടീച്ചേഴ്സിനോട് ഞാൻ വന്ന് കണ്ടിട്ടുണ്ട്. ഒരു അധ്യാപനം എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ആദ്യമായിട്ട് ശബ്ദത്തിൽ മാത്രം കണ്ട ഒരു കുട്ടിയെ നേരിട്ട് കണ്ട ഒരു അനുഭവം അല്ലേ? വലിയൊരു അഭിമാനത്തിന്റെ, ഒരു ഭയങ്കര സന്തോഷത്തിന്റെ നിമിഷമാണ്. കാരണം നമ്മൾ റാങ്ക് ലിസ്റ്റ് വായിക്കുമ്പോൾ പലപ്പോഴും കേട്ടു പോകുന്ന പേരുകള്, നമ്മൾ പറയുന്ന കോഴ്സിനെ കുറിച്ച് നമ്മളോട് സംശയങ്ങൾ വിളിച്ച് ചോദിക്കുന്ന ആളുകൾ, അവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നേരിട്ട് എക്സാം ഹാളിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ സ്റ്റുഡൻസിനെ എല്ലാവരും ഇങ്ങനെ ഇടയ്ക്ക് ശ്രദ്ധിക്കും. അങ്ങനെ ശ്രദ്ധിക്കുന്ന സമയത്ത് നമുക്കറിയാം, ഇപ്പോൾ ഒരു പേപ്പർ ടഫാണെങ്കിൽ വരെ ഇവരുടെ മുഖത്തു നിന്ന് കറക്റ്റ് വായിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ കെമിസ്ട്രി ആണല്ലോ, ഫിസിക്സ് ആണല്ലോ. അപ്പോൾ തന്നെ എനിക്ക് ചോദിക്കാൻ ഏകദേശം അപ്പോൾ ഇതാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്ന എന്നുവെച്ചാൽ അത് കൃത്യമായ രീതിയിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയുള്ള ഒരാളായിരുന്നു ഇഷാൻ. എന്ന് വെച്ചാൽ ഓൾറെഡി നല്ല പഠിക്കുന്ന രീതിയിലുള്ള ആളാണ്. പിന്നെ ഒരു തവണയാണ് ഇതുപോലെ മിസ്സ് പറഞ്ഞ പോലെ മാർക്ക് ഒരു തവണ കുറഞ്ഞു പോകും. അപ്പോഴേ എനിക്ക് മാർക്ക് കണ്ടപ്പോഴേ എൻ്റെ മനസ്സിൽ തോന്നിയായിരുന്നു ഇത്തിരി ടെൻഷൻ ആയിരിക്കും. അപ്പോഴേ ഞാൻ മിസ്സിനോട് പറയുകയും മിസ് എന്നോട് പറയും ഞങ്ങൾ വിളിച്ച് സംസാരിക്കുന്നത്. അപ്പം ആ ടെൻഷനിൽ തന്നെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരിക്കലും അങ്ങനെ ഒരു മാർക്ക് ഞാൻ പറഞ്ഞല്ലോ, ചെറിയ വേരിയേഷൻ എന്താണെങ്കിലും ഇത്രയും ടഫായിട്ടുള്ള കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിച്ചാൽ ശരിക്കും പറഞ്ഞാൽ കോഴ്സിന് എന്തൊക്കെ ചെയ്യണോ അതെല്ലാം കൃത്യമായിട്ട് ചെയ്തു പോയ ഒരു സ്റ്റുഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത്രയും മാർക്ക് ഇഷാനയ്ക്ക് വന്ന് കേട്ടപ്പോൾ എനിക്കും മിസ്സിനും ഒക്കെ വലിയ സന്തോഷം തന്നെയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ എല്ലാ ഒരു ഇപ്പോൾ ഓൺലൈൻ ആകുമ്പോൾ ഉള്ള, ഓഫ്ലൈൻ ആണെങ്കിൽ എല്ലാ സ്റ്റുഡൻസിനെയും നമ്മളിവിടെ കാണുന്നു. ഓൺലൈൻ കോഴ്സുകളിലുള്ള ഒരു ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ആ നേടി ഇവർ തിരിച്ചു വരുമ്പോൾ ഇവരെ നേരിട്ട് കാണാൻ പറ്റുന്നതിൻ്റെ ആ ഒരു സന്തോഷം, വിജയിച്ച സ്റ്റുഡൻസിനെ കാണാൻ പറ്റുന്നതിൻ്റെ ആ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ല. അതിൽ ആ സന്തോഷം ഇരട്ടിയാക്കുന്ന സ്റ്റുഡൻസിൽ ഒരാൾ തന്നെയാണ് ഇഷാന. അപ്പോൾ ഇഷാനയ്ക്ക് ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ പ്രത്യേക ഒരു തവണയും കൂടെ കൺഗ്രാജുലേഷൻ. ഇഷാന മോനെ ഒരു ഡിജിറ്റൽ ഡിവൈസിന്റെ മുൻപിലിരുന്ന് പഠനം ആരംഭിച്ച ആളാണ്. എന്നിട്ട് പരീക്ഷ വന്നപ്പോൾ എന്തുകൊണ്ടാണ് കുഴപ്പമില്ല ഞാൻ ഓൺലൈൻ എഴുതണ്ട ഓഫ്ലൈൻ തന്നെ വന്ന് എഴുതാമെന്ന തീരുമാനം, ആ തീരുമാനം എത്രത്തോളം സഹായിച്ചു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനിച്ചത്? നീറ്റ് പോലുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആകുമ്പോൾ നമുക്ക് പെൻ പേപ്പറാണ്. അപ്പം നമ്മൾ ആ ഒരു ഡിവൈസിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് എത്ര ചെയ്താലും ടൈം മാനേജ്മെന്റ് ശരിയാവത്തില്ല. എന്നിപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചിട്ട് വീട്ടിൽ ഇരുന്ന് 10 മിനിറ്റ് ചെയ്യാന്ന് വെച്ചാലും ചെയ്യൂല. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ ലേണിംഗ് ആപ്പ് എടുക്കും. അപ്പം അതിൽ 30 ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഓരോ ടെസ്റ്റിലും ഉണ്ടാവും. അപ്പം കറക്റ്റ് ആ 30 മിനിറ്റിൽ ചെയ്ത് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണല്ലോ പ്രാക്ടീസായി വരുന്നത്. അപ്പൊ അത് ഞാൻ ചെയ്തിരുന്നു. അങ്ങനെ കുറെ ടൈം മാനേജ്മെന്റ്. പിന്നെ വീട്ടിൽ ഇരിക്കുമ്പോൾ നമ്മൾ OMRന്റെ ആ ഒരു ടൈം നമുക്ക് ശരിയാവത്തില്ല. ആ ബബിൾ ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും. അതപ്പോ ഇവിടെ വന്നപ്പോഴാണ് ശരിയായത്. ശരിക്കും പറഞ്ഞാൽ ആ ഓഫ്ലൈൻ എക്സാം എഴുതിയുള്ള പ്രാക്ടീസ് ഏറ്റവും വേഗത്തിൽ പരീക്ഷ എഴുതാൻ ഇഷാനെ സഹായിച്ചിട്ടുണ്ട്.
മോളിപ്പോൾ പറഞ്ഞു ഈ ലേണിംഗ് ആപ്പിൽ ഡെയിലി ഒരു 30 ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യും എന്ന് പറഞ്ഞു. അതല്ലാതെ ഇപ്പോൾ ഓൺലൈൻ പഠിച്ചൊരു കുഞ്ഞാണ്, അതല്ലാതെ നമുക്ക് ഈ ഡിജിറ്റൽ ഡിവൈസുകളാണ് കൂടുതൽ റെഫറൻസിന് നമ്മൾ ഉപയോഗിക്കുന്നതും ഡിജിറ്റൽ ഡിവൈസുകളായിരിക്കും. അപ്പം നമ്മുടെ ഈ ലേണിംഗ് ആപ്പ് മറ്റു കാര്യങ്ങളിൽ ക്വസ്റ്റ്യന് അപ്പുറം മറ്റു കാര്യങ്ങളിൽ എങ്ങനെയാണ് മോളെ സഹായിച്ചത്? ഇപ്പം നമുക്ക് ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ലൈവ് ക്ലാസ് ആണല്ലോ. അപ്പം ലൈവ് ക്ലാസ്സിൽ നമുക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ക്ലിയർ ആവാതെയോ ശ്രദ്ധിക്കാതെയൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് തിരിച്ചു പോയി കാണാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിപ്പം ആ സാറിന് മാത്രമല്ല, കുറേ സാറുമാരുടെ സെയിം ടോപ്പിക്ക് നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ പോയി കാണും, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ മെത്തഡോളജി കുറച്ചുകൂടെ അല്ലേ, ഡിഫറെന്റ് മെത്തഡോളജിയിലായിരിക്കും ഓരോരുത്തരും പഠിപ്പിക്കുന്നത് അല്ലേ. അത് നമുക്ക് കുറച്ചുകൂടെ ക്യാച്ചി ആയിട്ടുള്ളത് എടുക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് ക്ലാസ്സുകളൊന്നും എന്തെങ്കിലും കോൺസെപ്റ്റ് വിട്ടുപോയിട്ടുണ്ടെങ്കിലും അത് കുറച്ച് ആഴത്തിൽ തന്നെ പഠിക്കണം എന്ന് തോന്നിയാൽ ഈ ലേണിംഗ് ആപ്പിൽ പോയി അത് കണ്ടു പഠിക്കാം. അപ്പൊ അത് തന്നെയാണ് ഈ പറയുന്ന പോലെ കോൺസെപ്റ്റിലൊന്നും ഒരു ക്ലാരിറ്റി കുറവ് ഉണ്ടാകാതെ പരീക്ഷ എഴുതാൻ സഹായിച്ചത്. ഇപ്പം ലൈവ് ക്ലാസ്സിൽ തന്നെയാണെങ്കിലും നമുക്ക് ലൈവ് ക്ലാസ് കഴിയുമ്പം കുറച്ച് നേരം ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടാവും. അപ്പം അത് നമുക്ക് ചോദിക്കാൻ പറ്റിയില്ല എങ്കിൽ സെപ്പറേറ്റ് ഡൗട്ട് ക്ലിയറൻസ് നമുക്ക് ഡെയിലി ഉണ്ടായിരിക്കും എല്ലാ സബ്ജക്റ്റിൻ്റെയും. നമുക്ക് അതൊരു പടിയുള്ളവരാണെങ്കിൽ തന്നെ നമുക്ക് ഈ ലേണിംഗ് ആപ്പിൻ്റെ അകത്ത് ഡൗട്ട് ക്ലിയറൻസിന് സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് അത് ടൈപ്പ് ചെയ്ത് പോസ്റ്റ് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ വോയിസും കേൾക്കുന്നില്ല, നമ്മളെയും കാണുന്നില്ല, കുറച്ചുകൂടെ സേഫർ സോണിൽ നിന്ന് ഡൗട്ട് ക്ലിയർ ചെയ്യാം. എനിക്ക് തോന്നുന്നു ചില കുട്ടികളൊക്കെ അത് പ്രിഫർ ചെയ്യുന്നവരായിരിക്കും അല്ലേ. ഞാനൊക്കെ അങ്ങനെയായിരുന്നു. ഓക്കെ, പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ അങ്ങനെയാണെന്ന് തോന്നില്ല. വളരെ സ്മാർട്ടായിട്ട് എനർജറ്റിക് ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അത് ആ വിജയത്തിന്റെ സന്തോഷമായിരിക്കും അല്ലേ. സന്തോഷം. എനിക്ക് തോന്നുന്നു ഒരു കോർഡിനേറ്റർ ആയാലും ടീച്ചേഴ്സ് ആയാലും ആരായാലും നമ്മുടെ ഒരു കുഞ്ഞ് ഏറ്റവും സന്തോഷത്തോടെ തിരിച്ചു വരുന്ന ഒരു മൊമെന്റിൽ നമ്മൾ അവിടെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമുക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സന്തോഷം. അതിന്റെ പാർട്ടായിട്ട് മാറിയിൽ എനിക്ക് തോന്നുന്നു ഞങ്ങൾ എല്ലാവരും തന്നെ വളരെ സന്തോഷമുണ്ട്. അതിന് ഇഷാനയുടെ ഭാഗത്തുനിന്ന് ഇഷാന ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. ഹാർഡ് വർക്ക് മാത്രമല്ല, മറിച്ച് ഈ പറഞ്ഞ പോലെ എല്ലാം കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു കുട്ടി, സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ഒരു കുട്ടി. ഒരു പക്ഷേ മാർക്ക് വാങ്ങുന്നതിനേക്കാൾ ഉപരി ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഇഷാന ചൂസ് ചെയ്തിരിക്കുന്നതും ഡോക്ടർ ആവുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഒരു നല്ലൊരു മനുഷ്യനായ ഡോക്ടറായിട്ട് ഇഷാന വരും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കും ആ ഉറപ്പുണ്ടാകണം കേട്ടോ. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, ഓരോ കുട്ടിയും പഠിക്കാൻ വരുമ്പോൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഇതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും നമ്മൾ പറയുന്നത് കേട്ട് അതുപോലെ ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഇതുപോലെ വിജയമൊക്കെ വാങ്ങിച്ച് അടിച്ചു പൊളിച്ച് തിരിച്ച് ക്യാമ്പസിൽ വന്ന് ഇതുപോലെ ഒരു വിജയം നിങ്ങൾക്കും ആഘോഷിക്കാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.